ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ കിളിമാനൂരിൽ വരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ മന്ത്രവാദം മറയാക്കി പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി. കടക്കൽ സ്വദേശി ശരത് ബാബുവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പീഡന ശല്യം സഹിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ മാതാവിന് വിവരം അറിയിച്ചതായിട്ടാണ് വിവരം. ഷെബീദ് റാവുത്തർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരിക്കും ഷെബീദ്, ഈ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ പാരമ്യമാണ് ഈ വാർത്ത നമുക്കറിയാൻ കഴിയുന്നത്. അമ്മയ്ക്ക് കുഴപ്പം വരാതിരിക്കാൻ മക്കളുമായി ലൈംഗിക ബന്ധം പുലർത്തണമെന്ന് ഇയാൾ കുട്ടികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. പറയൂ. ഈ വിഷയത്തിൽ ഈ പെൺകുട്ടികളുടെ പ്രായമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. 17ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയാണ് 1.5 വർഷക്കാലം ശരത് ബാബു എന്ന് പറയപ്പെടുന്ന പ്രതി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. അതായത് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഈ പെൺകുട്ടികൾ 2 പെൺകുട്ടികളുടെ മാതാവ് പിതാവുമായി അകന്ന് താമസിക്കുകയായിരുന്നു. ഇവരുടെ സാമ്പത്തിക പ്രശ്നം കാരണം ഇവരുടെ ഭൂമി വിൽക്കാൻ തീരുമാനിക്കുന്നു. ആ ഭൂമി വിൽപ്പന നടക്കാത്തതിനെ തുടർന്നാണ് മന്ത്രവാദിയായ ശരത് ബാബുവിനെ സമീപിക്കുന്നത്. ഈ ശരത് ബാബു ചില മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഭൂമി വിറ്റുപോയതോടെ ഇയാളുമായി കുടുംബത്തിന് അല്ലെങ്കിൽ വിശ്വാസം കൂടി. അങ്ങനെ ഇയാൾ വീട്ടിലെ നിത്യ സന്ദർശകനായി. അങ്ങനെ 2024 മാർച്ച് മാസം മുതൽ 2026 ഏപ്രിൽ മാസം വരെയുള്ള കാലയളവിൽ ഈ കിളിമാനൂരിലെ വാടക വീട്ടിലും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ലോഡ്ജിലും എത്തിച്ച് 17ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഈ മാതാവിന്റെ ദോഷം മാറാൻ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഇയാളുടെ പീഡനം എന്നുള്ള കാര്യം കൂടി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം ഈ പീഡനശല്യം രൂക്ഷമായതോടുകൂടി പെൺകുട്ടി മാതാവിനെ വിവരമറിയിച്ചു. മാതാവ് സ്നേഹിതയിൽ വിവരമറിയിച്ച കൗൺസിലിംഗ് നടത്തിയതോടുകൂടിയാണ് ഈ പെൺകുട്ടികൾ ഈ തുടർച്ചയായി നടന്ന അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു പറയുന്നത്. തുടർന്ന് സ്നേഹിതയിൽ നിന്ന് അധികൃതർ അത് കിളിമാനൂർ പോലീസിനെ വിവരമറിയിച്ചു. കിളിമാനൂർ പോലീസ് പോക്സോ കേസെടുത്തതോടുകൂടി ശരത് ബാബു ഒളിവിൽ പോയി. പിന്നീട് 2 ദിവസം സമയമെടുത്ത് ഇയാളെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ, അതായത് മാതാവിന്റെ ദോഷം മാറാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത 17ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. 1 കൊല്ലത്തോളം ഈ പ്രായമാകാത്ത കുട്ടികളെ ഇയാൾ ഇതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇയാൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പോക്സോ കേസാണിത്. തീർച്ചയായിട്ടും ആജീവനാന്തം ജയിലിൽ കിടക്കാനുള്ള തലവിധി ഈ മന്ത്രവാദിക്കുണ്ടാക്കും. മന്ത്രവാദം കൊണ്ട് നേരിടാൻ ശിക്ഷാ നിയമത്തെ പറ്റില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.